ഇത്ത അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കി ഞാൻ കഴിക്കാൻ പോലെ ഉണ്ടാക്കി ഓടിച്ചില്ലേ അത്തേക്ക് മടിയാണെന്ന് ചായ ഉണ്ടാക്കാൻ വീട്ടിൽ മുഴുവൻ ചേട്ടൻ ഉണ്ടാക്കുന്നത്. ഓക്കെ ഇങ്ങോട്ട് ഇത്ത എവിടെ നിൽക്കും ബാക്കി നിൽക്കേ. സംഭവം ഇത്രേ ഉള്ളൂ, ഒരു വീട്ടിലെ സെറ്റിംഗ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇതാരാ ഓഫറുള്ള ഇദ്ദേഹത്തിൻ്റെ വീടാണ്. ഞാൻ ഇങ്ങോട്ട് ഇൻഷുറൻസ് വിൽക്കാൻ പോവുക. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറിയാൽ ഞാൻ എവിടെ ഇരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആരായിരിക്കും? വീട്ടുകാർ. കാരണം എല്ലാവരും വീടല്ലേ. അങ്ങനെയെങ്കിൽ ഞാൻ ഇരിക്കട്ടെ. ഞാൻ എവിടെ ഇരിക്കുന്നു? ഞാൻ ഇൻഷുറൻസ് സെല്ല് ചെയ്യാൻ വേണ്ടി നേരെ പ്രോസസ്സിലേക്ക് അങ്ങ് പോവാണ്. ഞാൻ ഇദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സാറേ ഇത് നമ്മുടെ ഇൻഷുറൻസിനെ പറ്റി അറിയില്ല സാറേ, ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലല്ലോ. ഹെൽത്ത് ഇൻഷുറൻസ് ഇങ്ങനെ ചെയ്താലുണ്ടാകുന്ന മെച്ചം എന്തെങ്കിലും നമുക്കൊരു എന്നാൽ 5 ലക്ഷം രൂപ കവറേജ്, ഇങ്ങനെ അഡീഷൻ ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം ഞാനിങ്ങനെ പറഞ്ഞ് ഇതെല്ലാം കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ ക്ലോസിങ്ങിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ ഞാൻ കാണാതൊരു കഥകളി നടക്കുന്നുണ്ട്. ആര് തമ്മി ഇവിടെയും തമ്മിൽ. അവിടെ നിന്ന് പറഞ്ഞു മനുഷ്യ വേറെ പണിയൊന്നുമില്ല, കഴിഞ്ഞ തവണ ഒരുത്തം വന്നപ്പോൾ അതിൻ്റെ പേര് ഇൻഷുറൻസ് കുറേ പൈസ കൊണ്ടാണ് കളഞ്ഞു, നിങ്ങളത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കാണിച്ചു ഇവിടെ കിടന്ന് പറയുന്നുണ്ട്. ആണോ അല്ലയോ? ഇവിടുത്തെ അതോറിറ്റേറിയൻ ഇത്ത ആണെങ്കിൽ ഞാൻ ഇവിടെ എന്തൊക്കെ കസർത്ത് കാണിച്ചിട്ടും കാര്യമുണ്ടോ? ക്ലോസ് ചെയ്യണോ? ബിസിനസ് ക്ലോസ് ചെയ്യുമോ? ഇല്ല. എന്ത് ചെയ്യണം? അതോറിറ്റേറിയനായി ഇത്ത ഇവിടെ വിളിച്ച് ഇത്ത ഇവിടെ വാ. ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചാൽ റിസൾട്ട് ഉണ്ടാകും. എസോർണോ? ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗം എന്താണെന്നറിയോ? ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എവിടെ ഇരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം. സാറൊന്ന് എഴുന്നേക്കാമോ? സ്വന്തം വീടാണ്, എന്നാൽ സാറിൽ എഴുന്നേറ്റില്ല. അവിടുത്തെ എത്ര പേരുണ്ടെന്ന് എനിക്ക് ഏകദേശം അറിയാം. ഈ വീട്ടിൽ 3 പേരിൽ 4 പേരുണ്ട്. ഇവരെല്ലാവരെയും കാണാവുന്ന പറ്റുന്ന ഒരു സീറ്റ് കണ്ടെത്തിയിട്ട് ഞാൻ വേണം ഇവിടെ ഇരിക്കാൻ. സാറിന് അവിടെ ഇരുത്താം. സാർ ഇത്തേ വിളിക്കൂ, വേറെ ആരെങ്കിലും കൊണ്ട് അവരെ വിളിക്കൂ. ഇവരെല്ലാവരെയും എനിക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റണം. കാരണം ഞാൻ അറിയാതെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇവരുടെ ഉണ്ടാകരുത്. 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ അറിയാം ഇവിടെയാണോ കൺട്രോള്. ഇവിടെയാണ് കൺട്രോളെങ്കിൽ നേരെ ഇങ്ങോട്ട് വരും. ഇത്തേക്ക് അറിയാം ഇപ്പോഴത്തെ ചിലവും കാര്യങ്ങളും. ഹോസ്പിറ്റലുകാരുടെ അവസ്ഥ ഇത്തേക്ക് എത്രമാത്രം ബ്യൂടെക്സും മെയിൽ പോളിഷൊക്കെ മേടിക്കേണ്ട പൈസയാണ് വെറുതെ ഹോസ്പിറ്റലുകാർ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടത് ലോസ് ചെയ്യാൻ പറ്റും. രണ്ടിടത്തും കണ്ണു കൊടുക്കണേ, ഒരാൾക്ക് പ്രാധാന്യം കൊടുക്കണം. പക്ഷേ എവിടെയാണ് അതോറിറ്റി നമുക്ക് കുറച്ചും അറിയാൻ പറ്റും. ഈ അതോറിറ്റി ഉള്ള ആളെടുത്ത് വേണം ബിസിനസ് ക്ലോസ് ചെയ്യാൻ. ഇസ് ദാറ്റ് ക്ലിയർ?